മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് അരീക്കോട് ഡിവിഷനിൽ നിന്ന് ജനവിധി തേടിയ യു.ഡി.എഫ് സ്ഥാനാർത്ഥി പി.എ. ജബ്ബാർ ഹാജിക്ക് ചരിത്ര വിജയം സമ്മാനിച്ച വോട്ടർമാർ. നേരത്തെ ചീക്കോട് ഡിവിഷന്റെ ഭാഗമായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന 11 വാർഡുകൾ മറ്റു ഡിവിഷനുകളിലേക്ക് മാറിയിട്ടും 12,792 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ ജയിച്ചുകയറാൻ ജബ്ബാർ ഹാജിക്കായി. മത്സരം വ്യക്തമായ ഒരു രാഷ്ട്രീയ മത്സരമായിരുന്നു. നല്ലൊരു മത്സരം തന്നെ നടന്നു. ആ മത്സരത്തിൽ ഏറ്റവും നല്ല ഒരു വിജയവും ഞങ്ങളൊക്കെ പ്രതീക്ഷകളപ്പുറമുള്ള ഒരു ഭൂരിപക്ഷവും കിട്ടി. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി കുറേയേറെ വാർഡുകൾ ഇപ്പോൾ 2 പഞ്ചായത്ത്, ഇപ്പോൾ മുതുവല്ലൂർ പഞ്ചായത്തും കാവന്നൂർ പഞ്ചായത്തിലും വാർഡുകളും ഞങ്ങളിൽ നിന്ന് ഈ ഡിവിഷനിൽ നിന്ന് മാറിയിട്ടും ഇത്ര നല്ലൊരു ഭൂരിപക്ഷം കിട്ടി എന്നുള്ളത് ഏറ്റവും നല്ല അഭിമാനകരമാണ്, സന്തോഷകരമാണ്. വിദ്യാർത്ഥി ജീവിതം മുതൽ പൊതുപ്രവർത്തന മേഖലയിൽ സജീവമായിരുന്ന പി.എ. ജബ്ബാർ ഹാജിക്ക് രാഷ്ട്രീയത്തിലെ ആദ്യ ഔദ്യോഗിക പദവി എളമരം ശാഖയിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി എന്നതായിരുന്നു. വാഴക്കാട് പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റായി യുവജന രാഷ്ട്രീയ മുന്നേറ്റത്തിന് കരുത്തു പകർന്നു. 2001 വാഴക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ട്രഷററായും ജനറൽ സെക്രട്ടറിയായും പൊതുപ്രവർത്തന രംഗത്ത് സജീവ സാന്നിധ്യമായി. 2005 മണ്ഡലം ലീഗ് വൈസ് പ്രസിഡന്റും 2008 ജനറൽ സെക്രട്ടറിയുമായി. 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഒളവട്ടൂർ ഡിവിഷനിൽ നിന്ന് കന്നി അംഗം. 2862 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി. ഈ കാലയളവിൽ സംസ്ഥാനത്ത് ആദ്യമായി ഡയാലിസിസ് യൂണിറ്റ് ആരംഭിച്ച ബ്ലോക്ക് പഞ്ചായത്ത് എന്ന ഖ്യാതി നേടാൻ കൊണ്ടോട്ടിക്കായി. ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ തുടങ്ങിയ യൂണിറ്റ് നിരവധി രോഗികൾക്ക് ആശ്വാസം പകർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാലാവധി പൂർത്തിയായെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന രോഗികളുടെ ചികിത്സയ്ക്കായി ഒരു കേന്ദ്രം ഒരുക്കണമെന്ന ലക്ഷ്യമായി. 2020 ജനുവരി 30 കൊണ്ടോട്ടി കോടങ്ങാട് ഭൂമി വാങ്ങി വിപുലമായ സൗകര്യങ്ങളോടെ ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ സമർപ്പിച്ചു. തുടക്കം മുതൽ സെന്ററിന്റെ ചെയർമാനായി പ്രവർത്തിക്കുന്നു. 100 കണക്കിന് രോഗികളാണ് സെന്ററിൽ നിന്ന് സൗജന്യ ഡയാലിസിസിന് വിധേയരാകുന്നത്. 2011 മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗമായി. ജില്ലാ പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുമോ എന്ന ചോദ്യത്തിന് എല്ലാം പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്ന ലളിതമായ മറുപടി. ജില്ലാ പഞ്ചായത്തിലേക്ക് പാർട്ടി എന്നോട് അരീക്കോട് ഡിവിഷനിൽ നിന്ന് മത്സരിക്കാൻ പറഞ്ഞു, എന്നെ പ്രഖ്യാപിച്ചു. ഞാൻ മത്സരിച്ചു. വളരെ നല്ലൊരു രാഷ്ട്രീയ മത്സരം അവിടെ നടന്നു, വിജയിച്ചു. അതിലപ്പുറം മറ്റൊക്കെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടി ആര് എന്തെന്നുള്ളതും എങ്ങനെയെന്നുള്ളതൊക്കെ അത് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളും അബ്ബാസ് അലി തങ്ങളും കുഞ്ഞാലി സാഹിബുകൾ അടക്കമുള്ള നേതൃനിരയാണ് അത് തീരുമാനമെടുക്കേണ്ടത്. അതിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. മുസ്ലിം ലീഗ് പാർട്ടിയിൽ അങ്ങനെ ഒരു മാനദണ്ഡം ഇല്ലതാനും. ആദ്യം തന്നെ പ്രസിഡന്റ് ആര്, മന്ത്രി ആര് എന്നൊന്നും പാർട്ടി പറയാറില്ല. പക്ഷേ മത്സരിക്കാൻ പറയും, മത്സരിച്ച് പിന്നെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കും. ന്യൂസ് ഡെസ്ക് എയർ1. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും. ഷാദി സിൽക്സ് ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.